നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് നമുക്കറിയാം, ആസ്പയർ ടു വിൻ. അതായത് ഈ യൂണിറ്റിലുടനീളം പ്രതിപാദിക്കുന്നത് കായികത്തെ പറ്റിയാണ്, സ്പോർട്സിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പാഠം ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു, ദ റേസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി. സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തന്നൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു ദ റേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭാരതത്തിലെ ഓരോ സ്പോർട്സ് പ്രേമിയുടെയും ഓരോ കായിക പ്രേമിയുടെയും മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്, പ്ലേയിങ് ഇറ്റ് മൈ വേ. വളരെ പ്രസിദ്ധമായ ആ ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഏടാണ്, ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. സോ പാഠഭാഗത്തിൻ്റെ പേര് ലേണിംഗ് ദ ഗെയിം എന്നുള്ളതാണ്. ലേണിംഗ് ദ ഗെയിം മീൻസ് കളി പഠിക്കുക. എന്ത് കളിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ പഠിക്കുന്നത്? യെസ്, ലേണിംഗ് ദ ഗെയിം ഓഫ് ക്രിക്കറ്റ്. സോ ദ പോയിന്റ് ടു ഡിസ്കസ് is an excerpt taken from Sachin Ramesh Tendulkar's autobiography Playing It My Way. Playing It My Way എന്ന് പറയുന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് ലേണിംഗ് ദ ഗെയിം എന്നുള്ള പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്രൊഫൈൽ ഒന്ന് സന്ദർശിച്ചിട്ട് തിരികെ വരാം. Sachin Ramesh Tendulkar was born on 24th April 1973 in Mumbai, Maharashtra. നമുക്കറിയാം, മുംബൈ സ്വദേശിയായിട്ടുള്ള സച്ചിൻ 1973 ഏപ്രിൽ 24-ാം തീയതിയാണ് ജനിച്ചത്. He is a former Indian cricketer and captain, widely regarded as one of the greatest cricketers of all time. ഇന്ത്യയുടെ മുൻ കളിക്കാരനും അതുപോലെ മുൻ ക്യാപ്റ്റനുമായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. കൂടാതെ ഹീ ഈസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഓഫ് ഓൾ ടൈം. എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായിട്ടാണ്, ലോക ക്രിക്കറ്റിലെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാളായിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ കണക്കാക്കപ്പെടുന്നത്. He is the only player to have scored 100 international centuries, the first to score a double century in one-day international, and the only player to complete more than 30,000 runs in international cricket. He is the only player to have scored 100 international centuries. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 100 സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഏക മനുഷ്യൻ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ദ ഫസ്റ്റ് ടു സ്കോർ എ ഡബിൾ സെഞ്ചുറി ഇൻ വൺ-ഡേ ഇൻ്റർനാഷണൽ. വൺ-ഡേ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ ഇരട്ട ശതകം തികച്ച ആദ്യത്തെ കളിക്കാരനും സച്ചിനാണ്. ആൻഡ് ദ ഓൺലി പ്ലെയർ ടു കംപ്ലീറ്റ് മോർ ദാൻ 30,000 റൺസ് ഇൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 30,000-ലേറെ റൺസ് നേടിയ ഏക കളിക്കാരനും സച്ചിനാണ് 3 ഫോർമാറ്റിലൂടെ. He played 664 international cricket matches in total, scoring 34,357 runs. ഏകദേശം 664 മാച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ട്, ഇൻ്റർനാഷണൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാത്തിലും കൂടി 34,357 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹി റിസീവ്ഡ് അർജുന അവാർഡ് ഇൻ 1994. 1994 അർജുന അവാർഡ് നേടിയിട്ടുണ്ട്. ദ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഇൻ 1997. 1997 രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയിട്ടുണ്ട്. ആൻഡ് ദി പത്മശ്രീ ആൻഡ് ദി പത്മവിഭൂഷൺ അവാർഡ്സ് ഇൻ 1999 ആൻഡ് 2008 റെസ്പെക്റ്റീവ്ലി. 1999 പത്മശ്രീയും അതുപോലെ 2008 പത്മവിഭൂഷണം നേടിയിട്ടുണ്ട്. ഹി വാസ് അവാർഡ് ദി ഭാരത് രത്ന, ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓൺ 16th November 2013. 2013 നവംബറിൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഭാരതം തൻ്റെ രാജ്യത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്ന നൽകി ആദരിച്ചു. ഇൻ 2012 ടെണ്ടുൽക്കർ വാസ് നോമിനേറ്റഡ് ടു രാജ്യസഭ. സച്ചിൻ ടെണ്ടുൽക്കറിനെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ ഒന്നായ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. MP ആയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ, രാജ്യസഭ MP. ഹി റിട്ടയർഡ് ഫ്രം ക്രിക്കറ്റ് ഓൺ 16th November 2013. കായിക പ്രേമികളുടെ എല്ലാവരുടെയും മനസ്സിൽ വിഷമം നിറച്ചുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ November 16, 2013 ക്രിക്കറ്റ് ലോകത്തോട് വിട പറഞ്ഞു. ലേണിംഗ് ദ ഗെയിം ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രഫി പ്ലേയിങ് ഇറ്റ് മൈ വേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്ന സച്ചിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ലേണിംഗ് ദ ഗെയിം. വളരെ ചെറുപ്പം മുതലേ തന്നെ ക്രിക്കറ്റിനോട് വല്ലാത്ത അഭിനിവേശമുണ്ടായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ എന്ന സ്പോർട്സ്മാൻ എങ്ങനെയാണ് ക്രിക്കറ്റിലെ
അതികായനായിട്ട് മാറിയത്? ആ വഴി എങ്ങനെയുള്ളതായിരുന്നു? എത്ര കടമ്പകൾ കടന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ന് കാണുന്ന സച്ചിൻ ടെണ്ടുൽക്കറായിട്ട് മാറിയത് എന്നുള്ളതിനെക്കുറിച്ച് സച്ചിൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ചില വരികളാണ് നാം ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ലേണിംഗ് ദ ഗെയിം. ഫ്രം എ വെരി ഏർലി ഏജ് ഐ പ്ലേഡ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് വിത്ത് മൈ കോളനി ഫ്രണ്ട്സ്. വളരെ ചെറിയ കാലം മുതലേ തന്നെ, വളരെ ചെറുപ്പം മുതലേ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമോടൊത്ത് കോളനിയിൽ ടെന്നീസ് ബോൾ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഐ ലവ്ഡ് വാച്ചിങ് ക്രിക്കറ്റ് ഓൺ ടെലിവിഷൻ. ഞാൻ ടി വിയിൽ ക്രിക്കറ്റ് കളി കാണാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. മാത്രമല്ല, ആൻഡ് ഇൻ അവർ ഗെയിംസ്, നമ്മൾ കളിക്കുന്ന സമയത്ത് ഐ ഓഫൺ ട്രൈഡ് ടു ഇമുലേറ്റ് ദ മാനറിസംസ് ഓഫ് മൈ ഫേവറേറ്റ് പ്ലേയേഴ്സ് സുനിൽ ഗവാസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവ് റിച്ചാർഡ്സ്. എൻ്റെ ഫേവറേറ്റ് പ്ലേയേഴ്സായിട്ടുള്ള 2 പേരുണ്ട്. ഒന്ന് സുനിൽ ഗവാസ്കറും മറ്റൊന്ന് വിവ് റിച്ചാർഡ്സും. നമ്മൾ കളിക്കുന്ന സമയത്ത് ഈ സുനിൽ ഗവാസ്കറിൻ്റെയും വിവ് റിച്ചാർഡ്സിൻ്റെയും ഒക്കെ മാനറിസംസിനെ, മീൻസ് അവരുടെയൊക്കെ ആ ശൈലികളെ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവർ സ്വീകരിക്കുന്ന ആ ബാറ്റിംഗ് ശൈലിയെയും അവർ ക്രിക്കറ്റിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന ചില രീതികളുമുണ്ട്, ആ രീതികളെയുമൊക്കെ ഐ ഓഫൺ ട്രൈഡ് ടു ഇമുലേറ്റ് മീൻസ് ഇമിറ്റേറ്റ്. ഞാൻ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കോളനിയിൽ ഞാൻ എന്ത് ചെയ്യുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ. ബട്ട് ഇറ്റ് വാസൻറ്റ് ജസ്റ്റ് ദ ബാറ്റ്സ്മെൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ഈ പറഞ്ഞ സർ വിവിയൻ റിച്ചാർഡ്സും അതുപോലെ സുനിൽ ഗവാസ്കറും ഒക്കെ ബാറ്റ്സ്മാൻമാരാണ്. ബാറ്റ്സ്മാൻമാരാണെന്നറിയാമല്ലോ, ബാറ്റ് ചെയ്യുന്നവരെയാണ് ബാറ്റ്സ്മാൻമാർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ബോൾ ചെയ്യുന്നവരെ ബൗളേഴ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, പന്തെറിയുന്നവർ. സോ ഇപ്പോൾ സച്ചിൻ പറയുകയാണ്, ബട്ട് ഇറ്റ് വാസൻറ്റ് ജസ്റ്റ് ദ ബാറ്റ്സ്മെൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ബാറ്റ്സ്മാൻമാരെ മാത്രമല്ല ഞാൻ പഠന വിധേയമാക്കിയിരുന്നത്. ഐ ഓൾസോ ലവ്ഡ് ബൗളിംഗ്. എനിക്ക് പന്തെറിയാനും വളരെ ഇഷ്ടമാണ്. സച്ചിൻ പ്രശസ്തനായത് ബാറ്റ്സ്മാൻ എന്നുള്ള നിലയിലാണ്, പക്ഷേ സച്ചിന് പന്തെറിയാൻ, അതായത് ബൗൾ ചെയ്യാനും വളരെയധികം ഇഷ്ടമായിരുന്നു സച്ചിൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ത്രൂ ഔട്ട് മൈ കരിയർ, എൻ്റെ കരിയറിലുടനീളം, അതായത് എൻ്റെ ക്രിക്കറ്റിംഗ് കരിയറിലുടനീളം ഐ ഹാവ് ആക്ച്വലി ബൗൾഡ് എ ലോട്ട് ഇൻ ദി നെറ്റ്സ്. ഒരുപാട് ഞാൻ എവിടെ ബൗൾ ചെയ്തിട്ടുണ്ട്? നെറ്റ്സിൽ ബൗൾ ചെയ്തിട്ടുണ്ട്. നെറ്റ്സ് മീൻസ് പ്രാക്ടീസ് സെഷൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബൗൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സച്ചിൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? ബൗൾ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി സച്ചിൻ നെറ്റ്സിൽ പ്രാക്ടീസ് സെഷൻസിൽ ഒരുപാട് ബൗൾ ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഐ വാസ് ദെൻ സ്റ്റഡിയിങ് ഇൻ ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ മുംബൈ. പിന്നീട് ഞാൻ പോയത് മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ് പഠിക്കാനായിട്ട്. ബട്ട് മൈ ബ്രദർ അജിത് ന്യൂ ദാറ്റ് compared to other schools in Mumbai, Sharadashram Vidya Mandir, where Ramakant Achrekar sir was the cricket coach, gave due importance to the game of cricket. ഞാൻ പോയത് എവിടെയാണ്? ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലേക്കാണ്. ബട്ട് മൈ ബ്രദർ അജിത് ന്യൂ ദാറ്റ്. പക്ഷേ എൻ്റെ സഹോദരൻ അജിത്തിനൊരു കാര്യം അറിയാമായിരുന്നു. എന്താണ്? കമ്പയർഡ് ടു അതർ സ്കൂൾസ് ഇൻ മുംബൈ, മുംബൈയിലെ മറ്റ് സ്കൂളുകളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ്? വേർ രാമകാന്ത് അച്രേക്കർ സാർ വാസ് ദി ക്രിക്കറ്റ് കോച്ച്. രാമകാന്ത് അച്രേക്കർ സാർ ക്രിക്കറ്റ് കോച്ചായിട്ടിരിക്കുന്ന ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളാണ് ഗേവ് ഡ്യൂ ഇമ്പോർട്ടൻസ് ടു ദി ഗെയിം ഓഫ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്ന് പറയുന്ന കളിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്തിരുന്നത്? കൊടുത്തിരുന്നത്. മറ്റുള്ള മുംബൈയിലെ സ്കൂളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വസ്തുത സച്ചിൻ്റെ സഹോദരനായിട്ടുള്ള അജിത് ടെണ്ടുൽക്കറിനെ അറിയാമായിരുന്നു. ഹി റാൻ സമ്മർ ക്യാമ്പ്സ് ടു. അദ്ദേഹം സമ്മർ ക്യാമ്പുകളും നടത്തിയിരുന്നു. ആരാണ്? അജിത് ടെണ്ടുൽക്കർ അല്ല, രാമകാന്ത് അച്രേക്കർ സാർ എന്ത് ചെയ്തിരുന്നു? സമ്മർ ക്യാമ്പുകൾ നടത്തിയിരുന്നു. അജിത് വൺ ഡേ, അങ്ങനെ ഇരിക്കെ അജിത്ത്, അതായത് സച്ചിൻ്റെ സഹോദരൻ, ജ്യേഷ്ഠൻ, ഒരു ദിവസം ടുക്ക് മീ ടു ദി ക്യാമ്പ് ടു ഗെറ്റ് ട്രെയിൻഡ് അണ്ടർ സർ. സാറിൻ്റെ കീഴിൽ പരിശീലിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി സച്ചിനെയും കൊണ്ട് എവിടേക്ക് പോയി? രാമകാന്ത് അച്രേക്കർ സാറിൻ്റെ ക്യാമ്പിലേക്ക് എന്ത് ചെയ്തു? പോയി. എനി വൺ കുഡ് കം ഫോർ എ ട്രയൽ അറ്റ് ദി ക്യാമ്പ്. ആർക്ക് വേണമെങ്കിലും ഒരു ട്രയലിന് ക്യാമ്പിൽ എന്ത് ചെയ്യാം? വന്ന് പങ്കെടുക്കാം, വന്ന് ട്രയൽ എന്ത് ചെയ്യാം? നോക്കാം. ബട്ട് ദെൻ ഇറ്റ് വാസ് അപ്പ് ടു സർ ടു ഡിസൈഡ് ഹൂ ടു ആക്സെപ്റ്റ്. പക്ഷേ അതിൽ നിന്ന് ആരെ അക്സെപ്റ്റ് ചെയ്യണം, ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ളത് അത് സാറാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. അച്രേക്കർ സാറാണ് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. ഐ വാസ് 11 years old then. അന്ന് എനിക്ക് 11 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അച്രേക്കർ സാർ, ആസ് എ റെഫർ ടു ഹിം, started playing cricket at the age of 11 in 1943, which is the age I was then when I went to him for the first time. അച്രേക്കർ സാർ ആസ് ഐ റെഫർ ടു ഹിം. അച്രേക്കർ സാറിനെ കുറിച്ച് ഞാൻ റെഫർ ചെയ്യുമ്പോൾ, ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയണം. എന്താണെന്നറിയാമോ? അദ്ദേഹവും സ്റ്റാർട്ടഡ് പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് ദി ഏജ് ഓഫ് 11 in 1943. 1943 അച്രേക്കർ സാറും ക്രിക്കറ്റ് കളി തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ 11ാമത്തെ വയസ്സിലാണ്. വിച്ച് ഈസ് ദ ഏജ്, അതേ വയസ്സിലാണ് ഐ വാസ് ദെൻ വെൻ ഐ വെൻറ്റ് ടു ഹിം ഫോർ ദി ഫസ്റ്റ് ടൈം. അച്രേക്കർ സാറിൻ്റെ അടുക്കലേക്ക് ഞാൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ചെല്ലുന്നതും അതേ എൻ്റെ 11 വയസ്സിലാണ്, എൻ്റെ 11ാം വയസ്സിലാണ്. അതൊരു വല്ലാത്ത കോയിൻസിഡൻസ് ആണെന്ന് സച്ചിൻ പറയുകയാണ്, ഒത്തു സംഭവിക്കലാണെന്ന് സച്ചിൻ പറയുകയാണ്. സോ അവർ ക്യാമ്പിലെത്തിയിരിക്കുകയാണ്.
ഐ ഹാഡ് നെവർ ബാറ്റഡ് ഇൻ ദി നെറ്റ്സ് ബിഫോർ. ഈ നെറ്റ്സിൽ, അതായത് പ്രാക്ടീസ് സെഷൻസിൽ, അതായത് ഈ നെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് വശത്തും വല വിരിച്ച് കെട്ടിയിട്ട് അതിനകത്ത് പിച്ചിൽ ബാറ്റ് ചെയ്യുന്ന ആ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കളത്തിനെയാണ് നമ്മൾ നെറ്റ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സച്ചിൻ പറയുകയാണ്, ഐ ഹാഡ് നെവർ ബാറ്റഡ് ഇൻ ദി നെറ്റ്സ് ബിഫോർ. ഞാൻ നെറ്റ്സിൽ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഫെൽറ്റ് സംവാട്ട് ഓവറോഡ് വിത്ത് സോ മെനി പീപ്പിൾ അറൗണ്ട്. ഞാൻ ആകെ അന്താളിച്ചു പോയി. ഓവറോഡ് വിത്ത് സോ മെനി പീപ്പിൾ അറൗണ്ട്. ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റും നിന്ന് എൻ്റെ കളിയെ തന്നെ നോക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു അന്താളിപ്പ് തോന്നി, വല്ലാത്തൊരു അമ്പരപ്പ് തോന്നി, ഒരു വല്ലാത്ത ഡിസ്കംഫർട്ട് തോന്നി, ബുദ്ധിമുട്ട് തോന്നി. വെൻ ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ്, എന്നോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഐ വാസ് നോട്ട് അറ്റ് ഓൾ കംഫർട്ടബിൾ. ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. വല്ലാത്തൊരു ഡിസ്കംഫർട്ട് എന്നെ പിടികൂടിയിരുന്നു, ഒരു ബുദ്ധിമുട്ട് എന്നെ പിടികൂടിയിരുന്നു. വിത്ത് സർ വാച്ചിങ് മീ സോ ക്ലോസ്ലി ഐ ഫെയിൽഡ് ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. സാറും എന്നെ തന്നെ നോക്കിക്കൊണ്ടാണ് നിന്നത്. വിത്ത് സാർ വാച്ചിങ് മീ സോ ക്ലോസ്ലി, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സാർ എന്ത് ചെയ്യാണ്, വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിന്ന സമയത്ത് ഐ ഫെയിൽഡ് ടു മേക്ക് ആൻ ഇമ്പാക്റ്റ്. അവിടെ ഒരു മതിപ്പുളവാക്കുന്നതിൽ ഞാൻ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. നല്ല കളി പുറത്തെടുക്കുന്നതിൽ ഞാൻ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. ഇത് കണ്ടപ്പോൾ സർ കോൾഡ് അജിത് aside ആൻഡ് ഇൻഫോംഡ് ഹിം ദാറ്റ് ഐ വാസ് പെർഹാപ്സ് ടു യങ് ടു മേക്ക് ദ ക്യാമ്പ് ആൻഡ് സജസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ബ്രിങ് മീ ബാക്ക് വെൻ ഐ വാസ് എ ലിറ്റിൽ ഓൾഡർ. സാർ അജിത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദാറ്റ് ഐ വാസ് പെർഹാപ്സ് ടു യങ് ടു മേക്ക് ദി ക്യാമ്പ്. അവൻ വളരെ ചെറിയ കുട്ടിയല്ലേ. ആൻഡ് സജസ്റ്റഡ് ദാറ്റ്, എന്നിട്ട് അജിത്തിനോട് ഒരു അഭിപ്രായം കൂടി മുന്നോട്ട് വെച്ചു, ഹി ഷുഡ് ബ്രിങ് മീ ബാക്ക് വെൻ ഐ വാസ് എ ലിറ്റിൽ ഓൾഡർ. കുറച്ചുകൂടി പ്രായമായതിനു ശേഷം സച്ചിനെ എന്ത് ചെയ്യും, കൊണ്ടുവരും. ഇപ്പോൾ അവൻ തീരെ ചെറിയ കുട്ടിയല്ലേ എന്ന് എന്ത് ചെയ്തു, അജിത്തിനോട് ആര് പറഞ്ഞു, അജ്രേക്കർ സാർ പറഞ്ഞു, സച്ചിൻ്റെ കളി കണ്ടിട്ട്. മൈ ഇൻഡക്ഷൻ ഇൻറ്റു ദ മുംബൈ ക്രിക്കറ്റ് സർക്യൂട്ട് കുഡ് ഹാവ് എൻഡഡ് ഇൻ ഫെയില്യൂർ. അവിടെ വെച്ച് മുംബൈ ക്രിക്കറ്റ് ശൃംഖലയിലേക്കുള്ള എൻ്റെ പ്രവേശനം, എൻ്റെ ഇൻഡക്ഷൻ എന്ത് ചെയ്തേനെ, അവിടെ വെച്ച് അവസാനിച്ചേനെ. ബട്ട് ഫോർ അജിത്സ് ഇൻസിസ്റ്റൻസ്. പക്ഷേ അജിത്ത് അവിടെ എന്ത് ചെയ്തു, ഇടപെട്ടു. അജിത്തിൻ്റെ ഇൻസിസ്റ്റൻസ് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്ത് ചെയ്തു, അതങ്ങനെ സംഭവിച്ചില്ല. ഇൻസിസ്റ്റൻസ് മീൻസ് ശാഠ്യം പിടിക്കൽ, അല്ലെങ്കിൽ തീരുമാനം മാറാതെ ഉള്ള എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനെയാണ് ഇൻസിസ്റ്റ് ചെയ്യുക എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അജിത്ത് തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നത് കൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ ഒരു ദുരന്തം ഒഴിവായി. ഹാവിങ് സീൻ മീ പ്ലേയിങ് ഇൻ ദ കോളനി. ഞാൻ കോളനിയിൽ കളിക്കുന്ന അജിത്ത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അജിത്തിനെ നന്നായിട്ട് അറിയാമായിരുന്നു. ഐ വാസ് കേപ്പബിൾ ഓഫ് പെർഫോമിങ് ഫാർ ബെറ്റർ ദാൻ ഐ ഹാഡ് ഡൺ ഇൻ ഫ്രണ്ട് ഓഫ് അജ്രേക്കർ സാർ. അജ്രേക്കർ സാറിൻ്റെ മുന്നിൽ ഞാൻ എത്രത്തോളം പെർഫോം ചെയ്തോ അതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് ഒരുപാട് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കെൽപ്പുള്ളയാളാണ് ഞാനെന്ന് എൻ്റെ കളി കണ്ടിട്ടുള്ള ആർക്കറിയാം, എൻ്റെ സഹോദരൻ അജിത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ്, അജിത്ത് അജ്രേക്കർ സാറിനോട് പറഞ്ഞു, ഐ വാസ് നെർവസ്. സച്ചിൻ ഒരല്പം നെർവസാണ്, ഒരല്പം പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്, മാനസിക പിരിമുറുക്കം, ആളുകളെല്ലാം നോക്കുന്നതുകൊണ്ട്. ആൻഡ് ആസ്ക്ഡ് അജ്രേക്കർ സാർ ടു ഗിവ് മീ വൺ മോർ ഓപ്പർച്യൂണിറ്റി. ഒരവസരം കൂടി സച്ചിന് കൊടുക്കാനായിട്ട് ആരോട് ആവശ്യപ്പെട്ടു, അജ്രേക്കർ സാറിനോട് അജിത്ത് ആവശ്യപ്പെട്ടു. ഹൗവർ, എന്നിരുന്നാലും ഹി സജസ്റ്റഡ് ദാറ്റ് വൈൽ ഡൂയിങ് സോ, അജിത്ത് ഒരു സജഷൻ കൂടി, ഒരു അഭിപ്രായം കൂടി മുന്നോട്ട് വെച്ചു. വൈൽ ഡൂയിങ് സോ, അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതായത് രണ്ടാമതൊരു അവസരം കൂടി കൊടുക്കുന്ന സമയത്ത്, സാർ ഷുഡ് പ്രിറ്റൻഡ് ടു ഗോ എവേ ആൻഡ് ദെൻ വാച്ച് മീ ഫ്രം എ ഡിസ്റ്റൻസ്. സാർ എന്ത് ചെയ്യണം, സാർ ഷുഡ് പ്രിറ്റൻഡ് ടു ഗോ എവേ, അങ്ങോട്ട് മാറുന്നതായിട്ടൊന്ന് പ്രിറ്റൻഡ് ചെയ്യണം. സച്ചിൻ കളിക്കുന്ന സമയത്ത് സാറ് പതിയെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, മാറുന്നതായിട്ടൊന്ന് അഭിനയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആൻഡ് ദെൻ വാച്ച് ഫ്രം എ ഡിസ്റ്റൻസ്, ഒരല്പം അകലെ മാറി നിന്ന് സച്ചിൻ കാണാത്ത ഭാഗത്ത് നിന്ന് സച്ചിനെ എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം. ഒരു പക്ഷേ സാർ ഇങ്ങനെ കൂലങ്കഷമായിട്ട് സച്ചിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും അവന് നല്ല കളി പുറത്തെടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ അവൻ്റെ നെർവസ്നെസ്സിനെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ഒരല്പം മാറി നിന്നിട്ട് എന്ത് ചെയ്യുക, സച്ചിൻ്റെ കളി എന്ത് ചെയ്യുക, വീക്ഷിക്കാനായിട്ട് ഒരു സജഷൻ അജിത്ത് എന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു. സാർ എഗ്രീഡ്. നമ്മുടെ അജ്രേക്കർ സാർ അതിനോട് എന്ത് ചെയ്തു, എഗ്രി ചെയ്തു. ബിഫോർ ലോങ്, ഒരുപാട് നേരം കഴിയുന്നതിന് മുമ്പ് തന്നെ, ഐ വാസ് ആസ്ക്ഡ് ടു ബാറ്റ് അഗെയിൻ. ഒരിക്കൽ കൂടി ബാറ്റ് ചെയ്യാൻ എന്ത് ചെയ്തു, എന്നോട് ആവശ്യപ്പെട്ടു. വിത്തൗട്ട് സേഴ്സ് ട്രെയിൻഡ് ഐസ് സ്ക്രൂട്ടിനൈസിങ് മീ. സ്ക്രൂട്ടിനൈസ് ചെയ്യുക മീൻസ് ഉലങ്കശമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധന നടത്തുന്നതിനാണ് സ്ക്രൂട്ടിനൈസ് ചെയ്യുക. അപ്പോൾ സച്ചിൻ നോക്കുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ ആ കണ്ണുകൾ, സൂക്ഷ്മമായ കണ്ണുകൾ തന്നെ എന്ത് ചെയ്യുന്നില്ല, പിന്തുടരുന്നില്ല, തന്നെ പരിശോധിക്കുന്നില്ല. പക്ഷേ ശരിക്കും സാർ അപ്പുറത്ത് മാറി നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഓർ സോ ഐ തോട്ട്, സച്ചിൻ വിചാരിച്ചു എന്താണ്, സാർ എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല, സാറിൻ്റെ സ്ക്രൂട്ടനൈസിങ് ആയിട്ടുള്ള കണ്ണുകൾ എന്നെ എന്ത് ചെയ്യുന്നില്ല, വീക്ഷിക്കുന്നില്ല എന്നൊരു ചിന്ത സച്ചിൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഐ ഫെൽറ്റ് മോർ അറ്റ് ഈസ്. സച്ചിന് കൂടുതൽ ഈസ് തോന്നി, കൂടുതൽ ആശ്വാസം തോന്നി. ആൻഡ് സൂൺ സ്റ്റാർട്ടഡ് ടു ഹിറ്റ് ദ ബോൾ വെൽ. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ബാളൊക്കെ അടിക്കാനായിട്ട് തുടങ്ങി, അതായത് നന്നായിട്ട് കളിക്കാനായിട്ട് തുടങ്ങി. ദിസ് ടൈം,
ഇത് കണ്ടപ്പോൾ സാർ എഗ്രി ടു ലെറ്റ് മീ ജോയിൻ ദ ക്യാമ്പ്. സാർ എന്ത് ചെയ്തു, എന്നെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാമെന്ന് എന്ത് ചെയ്തു, ഏറ്റു. ഐ വാസ് ഡിലൈറ്റഡ്, എനിക്ക് വളരെ സന്തോഷമായി. ആൻഡ് ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് എൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. ഒരു കാര്യം ഉറപ്പാണ്, ദാറ്റ് വാസ് an opportunity that transformed my life. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമായിരുന്നു അത്. ആ രണ്ടാമത് ആര് ചോദിച്ചു വാങ്ങിത്തന്ന അവസരം? നമ്മുടെ സച്ചിൻ്റെ സഹോദരനായിട്ടുള്ള അജിത്ത് ചോദിച്ചു വാങ്ങിത്തന്ന അവസരം. ദ ക്യാമ്പ് ഇൻവോൾവ്ഡ് എ സെഷൻ എവറി മോർണിംഗ് ആൻഡ് ഈവനിങ് അറ്റ് ശിവജി പാർക്ക്. ക്യാമ്പ് ശിവജി പാർക്കിൽ വെച്ചാണ് നടത്തിയിരുന്നത്. എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ ഈവനിങ് വൈകുന്നേരവും ക്യാമ്പ് ഉണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരവുമായിരുന്നു സെഷൻസ് ഉണ്ടായിരുന്നത്. ഐ വുഡ് പ്രാക്ടീസ് ബിറ്റ്വീൻ 7:30 ആൻഡ് 10:30 ഇൻ ദ മോർണിംഗ്. രാവിലത്തെ സെഷൻ 7:30 മുതൽ 10:30 വരെ ആയിരുന്നു. ദെൻ ഐ വുഡ് കം ബാക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ ആൻഡ് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ്. പിന്നീട് ഞാൻ വീട്ടിൽ തിരിച്ചു പോയതിന് ശേഷം വൈകുന്നേരം എന്ത് ചെയ്യും, തിരിച്ച് ശിവജി പാർക്കിലേക്ക് വരും. ഐ വുഡ് കം ബാക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ ആൻഡ് പ്രാക്ടീസ് ടിൽ ലേറ്റ് ഈവനിങ്. വൈകുന്നേരം ഒരുപാട് വൈകുന്നതുവരെ പാർക്കിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ദ ഷെഡ്യൂൾ വാസ് റിഗറസ്. റിഗറസ് മീൻസ് ഡിഫിക്കൽട്ട്. വളരെ ബുദ്ധിമുട്ടേറിയ ഷെഡ്യൂളായിരുന്നു എനിക്ക് ഫോളോ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ വുഡ് ബി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. ആ ദിവസം അവസാനിക്കുമ്പോൾ, അതായത് ആ പകൽ അവസാനിക്കുന്ന സമയത്ത് ഞാൻ പരിപൂർണമായിട്ടും എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാകും, അതായത് തളർന്നിട്ടുണ്ടാകും. Traveling to Shivaji Park took 40 minutes from the house in Bandra and I had to catch an early morning bus to make it on time. ട്രാവലിംഗ് ടു ശിവജി പാർക്ക് ടുക്ക് 40 minutes ഫ്രം മൈ ഹൗസ്. എൻ്റെ ഹൗസിൽ നിന്ന്, അതായത് ബാന്ദ്രയിലുള്ള എൻ്റെ ഹൗസിൽ നിന്ന് ശിവജി പാർക്കിലേക്ക് പോകാനായിട്ട് ഏകദേശം 40 മിനിറ്റ് ബസ്സിലിരിക്കണമായിരുന്നു. ആൻഡ് മാത്രമല്ല, ഐ ഹാഡ് ടു ക്യാച്ച് ആൻ ഏർലി മോർണിംഗ് ബസ് ടു മേക്ക് ഇറ്റ് ഓൺ ടൈം. കൃത്യസമയത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഏർലി മോർണിംഗ്, അതിരാവിലെ പുറപ്പെടുന്ന ഒരു ബസ് തന്നെ എനിക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, പിടിക്കേണ്ടതായിട്ട് വന്നു. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്, ആദ്യത്തെ കുറച്ച് ദിവസം അജിത്ത് അക്കമ്പനീഡ് മീ. അജിത്തും എന്നോടൊപ്പം വന്നായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് മീ യൂസ്ഡ് ടു ദ റൊട്ടീൻ. ആ ദിനചര്യയുമായിട്ട് ഞാനൊന്ന് യൂസ്ഡ് ടു ആകുന്നതിന് വേണ്ടി, മീൻസ് പരിചയപ്പെടുന്നതിന് വേണ്ടി. ഡ്യൂറിങ് ദ ബസ് ജേർണീസ് ഹി വുഡ് ടോക്ക് ടു മീ അബൌട്ട് ദ ന്യൂആൻസസ് ഓഫ് ബാറ്റിംഗ് ആൻഡ് ഐ ഓൾവേസ് എൻജോയ്ഡ് ദീസ് കോൺവെർസേഷൻസ് എ ലോട്ട്. 40 മിനിറ്റ് ബസ്സിൽ സഞ്ചരിക്കണമല്ലോ. ഡ്യൂറിങ് ദ ബസ് ജേർണീസ്, ആ ബസ് ജേർണീസ്, അതായത് ബസ് യാത്രകൾക്കിടയിൽ ഹി വുഡ് ടോക്ക് ടു മീ, സച്ചിൻ്റെ സഹോദരനായിട്ടുള്ള അജിത് ടെണ്ടുൽക്കർ, അദ്ദേഹവും നല്ലൊരു പ്ലെയറാണ്. അദ്ദേഹം സച്ചിനോട് സംസാരിക്കുമായിരുന്നു. ഇതിനെക്കുറിച്ച് അബൌട്ട് ദി ന്യൂആൻസസ് ഓഫ് ബാറ്റിംഗ്, ബാറ്റിങ്ങിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച്, വ്യത്യസ്തതകളെക്കുറിച്ച് സച്ചിനോട് സംവദിക്കുമായിരുന്നു. ആൻഡ് ഐ ഓൾവേസ് എൻജോയ് ദീസ് കോൺവെർസേഷൻസ് എ ലോട്ട്. എനിക്ക് ഈ കോൺവെർസേഷൻസ്, ഈ സംസാരങ്ങൾ വളരെ ഇഷ്ടവുമായിരുന്നു എന്ന് സച്ചിൻ പറയുകയാണ്. ഇൻ ഫാക്ട്, ദ വൺ തിങ് ദാറ്റ് ഐ ഹാവ് കെപ്റ്റ് with me all my career is a note that Ajit gave me containing some thoughts about batting. It served as a very personal coaching manual. In fact, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, the one thing that I have kept with me all my career, എൻ്റെ കരിയറിലുടനീളം ഞാൻ എന്നോടൊപ്പം സൂക്ഷിച്ചു വെച്ച ഒരേ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ ഈസ് എ നോട്ട്. അതൊരു നോട്ട്ബുക്കാണ്, ഒരു നോട്ടാണ്. ദാറ്റ് അജിത്ത് ഗേവ് മീ, അതെനിക്ക് തന്നത് അജിത്താണ്. അജിത്ത് തന്നൊരു നോട്ടാണ് എൻ്റെ കരിയറിലുടനീളം ഞാൻ എന്നോടൊപ്പം എന്ത് ചെയ്തത്, സൂക്ഷിച്ചു വെച്ചത്. കണ്ടെയ്നിങ് സം തോട്ട്സ് അബൌട്ട് ബാറ്റിംഗ്, എന്തിനെക്കുറിച്ചുള്ള കുറേ ചിന്തകളടങ്ങുന്ന, ബാറ്റിങ്ങിനെ കുറിച്ചുള്ള ചില ചിന്തകളടങ്ങുന്ന ഒരു നോട്ട്ബുക്ക് അജിത്ത് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ആ സമ്മാനിച്ച നോട്ട്ബുക്കാണ് എൻ്റെ കരിയറിലുടനീളം എന്നോടൊപ്പം ഞാൻ എന്ത് ചെയ്തത്, സൂക്ഷിച്ചു വെച്ചത്. ഇറ്റ് സെർവ്ഡ് ആസ് എ പേഴ്സണൽ കോച്ചിങ് മാനുവൽ. കൂടാതെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പേഴ്സണൽ കോച്ചിങ് മാനുവലായിരുന്നു. അതൊരു പേഴ്സണൽ സ്റ്റഡി ഗൈഡ് പോലെയാണ് എന്ത് ചെയ്തത്, പ്രവർത്തിച്ചത്. അതായത് എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റിയൊരു ഗ്രന്ഥമായിട്ട് അത് എന്ത് ചെയ്തു, പ്രവർത്തിച്ചു. സോ സച്ചിൻ്റെ ആദ്യകാല ക്രിക്കറ്റ് ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സച്ചിൻ എങ്ങനെ ഇന്ന് കാണുന്ന സച്ചിനായി എന്നുള്ള പരിണാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പുസ്തകം വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.